ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കുരുമുളകിട്ട ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇവിടെ 1 കിലോ ചിക്കൻ കഴുകി എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടി നിങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. എന്നിട്ട് ഒരു നാരങ്ങയുടെ പകുതി ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അരമണിക്കൂർ മാറ്റി വെക്കുക. ഞാൻ ഇവിടെ അടുപ്പിൽ ഒരു മൺചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ മൺചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്താണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ തേങ്ങാക്കൊത്ത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വലിയ ഉള്ളി നീളത്തിലരിഞ്ഞതാണ് ഇത് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 1 പച്ചമുളക് കീറിയത്, കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വലിയുള്ളി നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു അല്പം ബട്ടർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ചിക്കൻ. ഇതിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും അല്പം കൂടെ ഇട്ട് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. നമുക്ക് മസാലകൾ വേറൊന്നുമില്ല, ഈ പെരിഞ്ജീരകം കുരുമുളക് പൊടി മാത്രമേ ഉള്ളൂ. ഇനി ഇതിലേക്ക് ഒരു അല്പം 1/2 ടീസ്പൂണ് ഇതും കൂടെ കുരുമുളക് വറുത്ത് പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ ഉപ്പും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ പ്രത്യേകിച്ചും വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിൽ ഈ ചിക്കനിലുള്ള വെള്ളം തന്നെ മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ചിട്ട് ചെറുതീയിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കൻ മൂടി വെച്ചിട്ട് 15 മിനിറ്റായി. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളം ഒരല്പം കൂടി വറ്റാനുണ്ട്. അപ്പോൾ അതും കൂടി നമുക്ക് വറ്റിച്ചെടുക്കാം. ഇപ്പോൾ ചിക്കനിൽ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കുരുമുളകിട്ട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ രുചികരമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാനായിട്ട് നിങ്ങൾ മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.